മക്കളെ, ഇപ്പൊ കുറെ നാളുകളായിട്ട് നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, നമ്മുടെ എക്സാം വിന്നറിന്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആദ്യം മുതലേ ഉള്ള ക്ലാസ്സുകൾ കിട്ടുമോ എന്നുള്ള ഡൗട്ട്സ് ആണ് ഫ്രീക്വന്റ്ലി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. സോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ കുറെ ബാച്ചുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഓരോ വീക്കും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം എന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഓരോ ബാച്ചുകളായിട്ട് ലോഞ്ച് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ തന്ന് അതിനനുസരിച്ച് നമ്മൾ ബാച്ചുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അധികം സമയമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഓൾറെഡി നമുക്കിപ്പോ ഒരു മാസം കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ കൂടെ ഒപ്പം എത്തണമെന്നുണ്ടെങ്കിൽ അവസാനം എക്സാമിന്റെ സമയത്ത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും മിസ് അടുത്ത ബാച്ച് തുടങ്ങും എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഒപ്പം എത്തിച്ചേരാനായിട്ട് പറ്റില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എക്സാമിന് വളരെ മാസങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും എല്ലാ കാര്യങ്ങളും നൽകി നിങ്ങളെ ഏറ്റവും കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾക്ക് എക്സാം എഴുതിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മന്തോട് കൂടെ എല്ലാം കംപ്ലീറ്റ് ആക്കണം. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് റിവിഷനുള്ള സമയം ഒന്നും കിട്ടില്ല മക്കളെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇത് നമ്മൾ ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബാച്ചാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇനി ഒരു ബാച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വേഗം തന്നെ അറിയിക്കുക. അവസാനത്തെ ബാച്ച് ലോഞ്ച് നമ്മൾ നടത്താനായിട്ട് പോകുന്നു. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാതിരിക്കുകയാണ്, എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ട്, ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെ, ഇനി ഇതാണ് ആ ഒരു അവസാനത്തെ ചാൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുക. ആൻഡ് നമ്മുടെ ഫൈനൽ ബാച്ച് ലോഞ്ച് ഈ താഴെ കാണുന്ന ദിവസം, താഴെ കാണുന്ന സമയത്ത് നമ്മുടെ എക്സാമിനർ ഫാമിലി എല്ലാവരും എത്തി നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫൈനൽ ബാച്ച് ലോഞ്ച് നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പൊ ആരും മിസ്സാക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വിവരം. അപ്പൊ ഫുൾ പവർ ആയിട്ട് നിങ്ങൾ എല്ലാവരും അന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യാ, വന്നിരിക്കും മിസ്, ഞാൻ എന്തായാലും എത്തിയിരിക്കും എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫുൾ പവർ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് പോകാനുള്ള സമയം. ടാറ്റാ ബൈ ബൈ.